തിരുവനന്തപുരം നഗരസഭയിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് UDF-ൽ ഭിന്നത. സീറ്റ് നിഷേധിക്കപ്പെട്ട കേരള കോൺഗ്രസ് 18 ഡിവിഷനുകളെ സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. UDF-ന്റെ മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാർ ഉൾപ്പെടെയുള്ള ഡിവിഷനുകളിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. തീരദേശം ഉൾപ്പെടെ തിരുവനന്തപുരം നഗരസഭയിലെ പല വാർഡുകളിലും ഒറ്റയ്ക്ക് മത്സരിച്ച് സ്ഥാനാർത്ഥികളുടെ വിജയത്തിൽ നിർണായക ശക്തിയാകാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. സുനിൽ ഐസക്കോട് വിവരങ്ങൾ നൽകാൻ. സുനിൽ, UDF വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മുഴം മുന്നേ ആയിരുന്നു കോൺഗ്രസും അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പതിവിൽ കവിഞ്ഞ ഒരു വിസിബിലിറ്റി കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ UDF-ലുള്ള ഭിന്നത പ്രകടമായി വരികയാണ്. എന്താണ് വിശദാംശങ്ങൾ? എന്തായാലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പേ 86 ഇടങ്ങളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കോൺഗ്രസ് അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കമിട്ട് ഒരു പടി മുന്നിൽ തന്നെയായിരുന്നു നൗഫൽ പറഞ്ഞതുപോലെ. അതിനിടയിൽ സീറ്റ് വിഭജന ചർച്ചകളുമൊക്കെ പൂർത്തിയായി. അതിനിടയിൽ സീറ്റ് വിഭജന ചർച്ച ഇങ്ങനെയായിരുന്നു: RSPക്ക് 5, CMPക്ക് 3, ബാക്കിയുള്ള സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കാമെന്നായിരുന്നു ധാരണ. പക്ഷേ ലീഗുമായും ഇപ്പോഴും ഒരു ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ലീഗിന് 5 സീറ്റ് നൽകാമെന്നാണ് പ്രാഥമികമായ ധാരണ. അത് പക്ഷേ അവർ 10 സീറ്റ് ആവശ്യപ്പെടുന്നു. അത്തരം ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോട് വലിയ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചതെന്നാണ് പരാതി. അതായത് ഒരൊറ്റ വാർഡ് പോലും ഇത്തവണ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കൊടുത്തില്ല. അന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ പൂന്തുറ വാർഡ് അവർ മത്സരിച്ച് ജയിച്ച വാർഡാണ്. ആ വാർഡ് കോൺഗ്രസ് ഇത്തവണ തിരിച്ചു പിടിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് പൂർണ്ണമായും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇടയുകയും 32 ഇടത്ത് സ്വന്തമായി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് 18 ഇടങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നടത്തി. അവരുടെ ജില്ലാ പ്രസിഡന്റ് 18 ഇടത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല, അവർ ഈ 18 ഇടത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. ഈ കേരള കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി ശബരിനാഥൻ, KS ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെ ഈ സമുദായ സംഘടനകളുടെയൊക്കെ പിന്തുണയുള്ള ജോസഫ് അലക്സാണ്ടറാണ് ഈ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മാത്രമല്ല, ഈ വിഴിഞ്ഞം, പോട്ട്, പൂന്തുറ, സൈനിക സ്കൂൾ എന്നീ 3 സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമൊക്കെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള ചില സമുദായ സംഘടനകൾ, സാമുദായിക മേഖലകളുണ്ട്. പ്രത്യേകിച്ച് ലത്തീൻ ക്രിസ്ത്യൻസ് ഒക്കെ ഉള്ള ചില മേഖലകളുണ്ട്. ആ മേഖലകളിൽ അവർക്ക് ചില ശക്തി കേന്ദ്രങ്ങളുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഇടഞ്ഞു നിന്നാൽ അത് കോൺഗ്രസിന്റെ വിജയത്തെ ബാധിക്കും, അല്ലെങ്കിൽ UDF-ന്റെ വിജയത്തെ ബാധിക്കുമെന്നൊരു ധാരണ പൊതുവെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവുമായി കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കൾ ഒരു പ്രാഥമികമായ അനുനയ ചർച്ചകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ജയിക്കുന്ന ഒരൊറ്റ സീറ്റെങ്കിലും ഇല്ലെങ്കിൽ ഇനി ഒരു അനുനയത്തിനുമില്ല എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫിന്റെ ജില്ലാ നേതൃത്വം. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കേരള കോൺഗ്രസ് ഇടഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളാണ് സുനിൽ ഐസക് നൽകിയത്.